നാരായണ. ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാതാപസം പച്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശങ്കരസ്തോത്ര തരംഗിണി 216 ദിവസത്തേക്ക് ഏവർക്കും സുസ്വാഗതം.
പ്രാതസ്മരണ സ്തോത്രം 3-ാം ദിവസത്തേക്ക് സുസ്വാഗതം. പ്രാതസ്മരണ സ്തോത്രം ഒന്ന് ചൊല്ലട്ടെ. ഓം പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം യത് സ്വപ്നജാഗര സുഷുപ്തമവൈതി നിത്യം തദ്ബ്രഹ്മ നിഷ്കളമഹം ന ച ഭൂതസംഗഃ. പ്രാതർഭജാമി മനസാ വചസാമഗമ്യം വാചോ വിഭാന്തി നിഖിലാ യദനുഗ്രഹേണ യന്നേതി നേതി വചനൈഃ നിഗമാ അവോചുഃ തം ദേവദേവമജമച്യുതമാഹുരഗ്രിയം. പ്രാതർനമാമി തമസഃ പരമർക്കവർണം പൂർണം സനാതനപദം പുരുഷോത്തമാഖ്യം യസ്മിന്നിദം ജഗദശേഷമശേഷമൂർത്തൗ രജ്വാം ഭുജംഗമൈവ പ്രതിഭാസിതം വൈ. ശ്ലോകത്രയമിദം പുണ്യം ലോകത്രയ വിഭൂഷണം പ്രാതഃകാലേ പഠേദ്യസ്തു സ ഗച്ഛേത് പരമം പദം. ഓം ഇതി ആദിശങ്കര ഭഗവത്പാദകൃതം പ്രാതസ്മരണ സ്തോത്രം സമ്പൂർണം. നാരായണ നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഈ സ്തോത്രം രാവിലെ എഴുന്നേറ്റ് കുറച്ചു നേരം മനസ്സിരുത്തി ചൊല്ലി വിചാരം ചെയ്യാൻ ഉള്ളതാണ്, ധ്യാനം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഓരോ ശ്ലോകവും ചൊല്ലിക്കഴിഞ്ഞ് അത് പതുക്കെ ചൊല്ലി ആസ്വദിച്ച് ചൊല്ലി ഓരോ ശ്ലോകവും ചൊല്ലിക്കഴിഞ്ഞ് കുറച്ചു നേരം അതിൽ തന്നെ ഇങ്ങനെ രമിച്ചിരിക്കുക. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാൻ ധൃതി കൂട്ടേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നതായതുകൊണ്ട് അടുത്ത ശ്ലോകത്തിലേക്ക് വേഗം പോയി. നിങ്ങൾ നിത്യേന ചൊല്ലുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കിടക്കയിൽ തന്നെ എഴുന്നേറ്റിരുന്നു കൊണ്ട് വളരെ പതുക്കെ ആ ഓരോ ശ്ലോകത്തിൻ്റെയും ഓരോ വാക്കുകളുടെയും അർത്ഥമുള്ളിൽ ഭാവന ചെയ്തുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് പതുക്കെ ചൊല്ലി ഒരു ശ്ലോകം ചൊല്ലിക്കഴിയുമ്പോൾ അവിടെ നിൽക്കുക. പിന്നെ അതിലായിരിക്കണം നമ്മുടെ മനസ്സ്, അതിലായിരിക്കണം നമ്മുടെ വിചാരം. അതിനെക്കുറിച്ച് ഇങ്ങനെ കുറേ നേരം അനുസന്ധാനം ചെയ്ത് പിന്നെ അടുത്ത ശ്ലോകത്തിലേക്ക് പതുക്കെ പോകേണ്ടതുള്ളൂ. ഒരു ധൃതിയും പിടിക്കേണ്ട കാര്യം ഇല്ല എന്ന് പറയാം. അതുപോലെ നിത്യവും നമ്മൾ ചൊല്ലുമ്പോൾ ഫലശ്രുതി ചൊല്ലേണ്ട കാര്യവും ഇല്ല. അവസാനം ചൊല്ലിയ ശ്ലോകത്രയമിതം പുണ്യം ലോകത്രയ വിഭൂഷണം പ്രാതഃകാലേ പഠേദ്യസ്തു സ ഗച്ഛേത് പരമം പദം എന്ന ഈ ഫലശ്രുതി ചൊല്ലേണ്ട ആവശ്യമില്ല. നല്ല ഫലമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ലോകത്രയ വിഭൂഷണമായ ഇതം പുണ്യം ശ്ലോകത്രയം പ്രാതഃകാലേ യഹ തു പഠേത്. 3 ലോകങ്ങളിലേക്കും അലങ്കാരമായ ഈ 3 ശ്ലോകങ്ങളെ ആരാണോ രാവിലെ നേരത്തെ പഠിക്കുന്നത് സ ഗച്ഛേത് പരമം പദം, അവൻ പരമപദത്തെ പ്രാപിക്കുന്നു. പരമപദം ബ്രഹ്മപദം തന്നെയാണ് പരമപദം. ബ്രഹ്മപദം എന്ന് പറഞ്ഞാൽ
അൾട്ടിമേറ്റ് റിയാലിറ്റി, ആ പരമമായ സത്യം, ആ സത്യത്തെ പ്രാപിക്കുന്നു. ആ സത്സ്വരൂപമാണ് താനെന്നുള്ള ഉണർവ് അവന് എപ്പോഴും ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഫലശ്രുതി. അപ്പോൾ ഏറ്റവും നല്ലൊരു ഫലശ്രുതിയാണ്. വേറെ പ്രലോഭനങ്ങളൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് ഇത് ചൊല്ലിയാൽ അത് കിട്ടും, ഇത് കിട്ടും, മറ്റത് കിട്ടും എന്നൊന്നും പറഞ്ഞിട്ടില്ല. പരമപദം, അതാണ് വാഗ്ദാനം, അതാണ് സത്യം. ആ പരമപദത്തിലുള്ള ഇരുപ്പ് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചൊല്ലുന്നത്. നമ്മുടെ പദം തന്നെയാണ്, നമുക്ക് അവകാശപ്പെട്ട പദം തന്നെയാണ്. അത് ആരുടെയും ഔദാര്യമല്ല, ആരും അനുവദിച്ചു തരേണ്ടതല്ല. പക്ഷെ അങ്ങനെ അവകാശം പറഞ്ഞ് മത്സരിച്ച് ചോദിക്കാനുള്ളതുമല്ല. ആരോട് ചോദിക്കാൻ? ആരാ തരേണ്ടത്? ഇത് നമ്മൾ തന്നെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് വിട്ടുപോകുന്ന പദമാണ്. നമ്മൾ ആ പദത്തിൽ നിന്ന് വഴുതി വീണു. വീണ്ടും ആ പദത്തിലേക്ക് തന്നെ ആരൂഢരായി ഇരിക്കാനുള്ള ഒരു ശ്രമം. യോഗാരൂഢൻ എന്ന ഗീതയിൽ ഭഗവാൻ ഒരു പ്രയോഗമുണ്ട്. യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യതേ. യോഗാരൂഢന്റെ ആ പദവിയിലിരിക്കാൻ വേറൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ശമഃ കർത്തവ്യം, ശാന്തിയാണ് ചെയ്യേണ്ടത്. മനസ്സിനെ അടക്കുക, മനസ്സിന്റെ അടക്കമാണ് ശമം. മനസ്സ് വിക്ഷുബ്ധമാകുമ്പോഴാണ് നമ്മൾ ലോകത്തിലേക്ക് ബഹിർമുഖരായി ഓരോ കാര്യങ്ങൾ ചെയ്യാനായിക്കൊണ്ടും വെട്ടിപ്പിടിക്കാനായിക്കൊണ്ടും ഇറങ്ങി ഓടുന്നത്, പൊറുതിയില്ലാതാവുന്നത്. ആ മനസ്സ് ശാന്തമാണെങ്കിൽ ഒന്നും നേടാനും ചെയ്യാനും ഇല്ല. പൂർണ്ണമാണത്, തൃപ്തമാണത്, പ്രസന്നമാണത്. അങ്ങനെ മനസ്സിനെ പ്രസന്നമാക്കാൻ, ശാന്തമാക്കാൻ, നിറവിലിരുത്താൻ, സന്തോഷമായി ആനന്ദമായിരിക്കാൻ അതിനുള്ള അഭ്യാസമാണ് ഈ 3 ശ്ലോകങ്ങളും. നിത്യവും ചൊല്ലി വഴിപാട് പോലെ ചൊല്ലി ഓടിപ്പോവുകയല്ല വേണ്ടത്. അതിനെ ഓരോ വാക്കും അതിൻ്റെ അർത്ഥം ഭാവന ചെയ്തുകൊണ്ട് കുറേ നേരം അത് എൻ്റെ സ്വരൂപമാണ്, അത് തന്നെയാണ് എൻ്റെ സ്വരൂപം എന്ന് ഉറപ്പിക്കുക, അനുസന്ധാനം ചെയ്യുക. സത്യം പരം ധീമഹി. ആ പരമസത്യത്തെ ഞാൻ എൻ്റെ ആത്മസ്വരൂപമായി ധ്യാനിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തില് ആ പരമസത്യത്തെ ശ്രീകൃഷ്ണ ഭഗവാനായി ധ്യാനിച്ചു, ഭഗവാനായി നാരായണനായി ധ്യാനിച്ചു. ഇവിടെ ഞാൻ എൻ്റെ ആത്മസ്വരൂപമായി ധ്യാനിക്കുന്നു. അപ്പോൾ ആ ഒരു ശാന്തമായ ഒരു ധ്യാനാവസ്ഥയിൽ ഇത് ആസ്വദിച്ച് ഇതിൻ്റെ അർത്ഥഭാവനയെ അനുസന്ധാനം ചെയ്യുക. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം സച്ചിത് സുഖം പരമഹം സഗതിം തുരീയം യത് സ്വപ്നജാഗര സുഷുപ്തമവൈതി നിത്യം തദ്ബ്രഹ്മ നിഷ്കളമഹം ന ച ഭൂതസംഗഃ തദ്ബ്രഹ്മ നിഷ്കളമഹം ന ച ഭൂതസംഗഃ തദ്ബ്രഹ്മ നിഷ്കളമഹം ന ച ഭൂതസംഗഃ. ഇത് അവനവനോട് തന്നെയാണ് അവനവൻ പറയുന്നത്.
അവനവനോട് അവനവൻ പറഞ്ഞ് അവനവനെ സംസാരത്തിൽ നിന്ന് ഉദ്ധരിക്കുക. ഉദ്ധരേത് ആത്മനാ ആത്മാനം നാത്മാനം അവസാദയേത്. നിങ്ങൾ നിങ്ങളെ ചെറുതാക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ വലുപ്പം അറിയുക. നിങ്ങൾ നിങ്ങളെ വലുതാക്കേണ്ട കാര്യമൊന്നുമില്ല. വലുതാക്കിയാൽ ചെറുതാവും. വലുതാക്കേണ്ട കാര്യമില്ല. സ്വന്തം വലുപ്പത്തെ അറിയുക, ഉണരുക. സ്വമഹിമാ വൈഭവത്തെ അറിയുക. സച്ചിത് സുഖം, സച്ചിത് സുഖം തദ്ബ്രഹ്മ നിഷ്കളമഹം. ആ സച്ചിദാനന്ദ സ്വരൂപമായ നിഷ്കളമായ പൂർണ്ണമായ നിരവയവമായ ആ അനന്തമായ ബ്രഹ്മം തദഹം, തദഹമസ്മി, തദ്ബ്രഹ്മാഹമസ്മി, തദ്ബ്രഹ്മാഹമസ്മി. നച ഭൂതസംഗഃ, അതിൽ നിന്ന് ഇൻഫീരിയർ ആയിരിക്കുന്ന ഈ ഭൂതസംഗമൊന്നുമല്ല ഞാൻ. ഈ ഭൂതസംഗമൊക്കെ എൻ്റെ വെറും നിസാരമായിട്ടുള്ളൊരു വിഭൂതി, എൻ്റെ ചെറിയൊരു മാനിഫെസ്റ്റേഷൻ. ഞാനുള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഉള്ളതായിരിക്കുന്നത്. ഞാനാണ് ഉത്തമ പുരുഷൻ. ഞാൻ തന്നെയാണ് പ്രഥമ പുരുഷനും. ഞാൻ തന്നെയാണ് മധ്യമ പുരുഷനും. അങ്ങനെ വിചാരം ചെയ്ത് ഇരിക്കുക. എന്തായാലും ഞാൻ അടുത്ത ശ്ലോകത്തിലേക്ക് നീങ്ങുകയാണ്. പ്രാതരഭജാമി മനസാം വചസാം അഗമ്യം വാചോ വിഭാന്തി നിഖില യദനുഗ്രഹേണ യന്നേതി നേതി വചനൈഃ നിഗമാ അവോചുഃ തം ദേവദേവം അജം അച്യുതം ആഹുരഗ്ര്യം. പ്രാതഃ ഭജാമി മനസാം വചസാം അഗമ്യം. പ്രാതഃകാലത്തിൽ, പ്രഭാതത്തിൽ ഞാൻ ഭജിക്കുന്നു, ഞാൻ സേവിക്കുന്നു മനസ്സിനും വാക്കിനും അഗമ്യമായതിനെ. മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഗമിക്കാൻ കഴിയാത്തതിനെ. എൻ മനസാന മനുതേ, ഏതൊന്ന് മനസ്സുകൊണ്ട് മനിക്കാൻ കഴിയില്ലയോ, ഏത് വാചാനാഭ്യുദിതം, യാതൊന്ന് വാക്കിനാൽ പറയപ്പെട്ടിട്ടില്ലയോ. എത്ര വാക്കുകൾ പറഞ്ഞാലും അതിനെ പറയാൻ പറ്റില്ല. വാക്കുകളൊക്കെ വെറും ചൂണ്ടുപലകകൾ മാത്രം. നമ്മൾ എവിടേക്കെങ്കിലും ഏതെങ്കിലും ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ വഴിയിൽ പലയിടത്തും ചൂണ്ടുപലകകൾ നോക്കി നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോകാറുണ്ട്, അല്ലേ? പാലക്കാട് നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്നു. അപ്പോൾ വഴിയിൽ പല സ്ഥലത്തും മേലാമുറി ജംഗ്ഷനിൽ കാണാം ഒരു ആരോ മാർക്ക്, ഗുരുവായൂർ 90 കിലോമീറ്റർ. ചൂണ്ടുപലക മാത്രമാണ്. ഇനിയും 90 കിലോമീറ്റർ പോയാൽ ഗുരുവായൂരിലേക്ക് എത്താം. ആ ചൂണ്ടുപലക കണ്ടതുകൊണ്ട് അവിടെ നിന്നാ ഗുരുവായൂരെത്തുമൊന്നുമില്ല. വീണ്ടും മുന്നോട്ട് പോയാൽ കൊളപ്പുള്ളി എത്തുമ്പോൾ കാണാം
ഗുരുവായൂർ 40 കിലോമീറ്റർ അല്ലെങ്കിൽ 45 കിലോമീറ്റർ എഴുതി. അതുപോലെ വഴിനീളെ ചൂണ്ടുപലകകൾ കാണും. ആ ചൂണ്ടുപലകകളൊന്നും ലക്ഷ്യമല്ല, ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. അതുപോലെയാണ് വേദവാക്കുകളാണെങ്കിൽ പോലും. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ, ഇതാണ് വേദത്തിലെ ബ്രഹ്മത്തെ കുറിച്ചിട്ടുള്ള ഏറ്റവും മഹത്തായ വചനം. ഏറ്റവും ഒരു സമഗ്രമായൊരു വചനം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഏറ്റവും ദ ബെസ്റ്റ് വേർഡ്, ദ ബെസ്റ്റ് സെന്റൻസ് ആ ബ്രഹ്മതത്വത്തെ സൂചിപ്പിക്കുവാനായിക്കൊണ്ട് ബ്രഹ്മതത്വത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു വചനം. അതാണ് സത്യം ജ്ഞാനമനന്തം. സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്ന് ഉപനിഷത്ത്, തൈത്തിരീയ ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്ന ഇതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന ലക്ഷണം. ആ വാക്കുകളുടെ അർത്ഥം നമ്മൾ വിചാരം ചെയ്ത് മനനം ചെയ്ത് ആ വസ്തുവിൻ്റെ ഒരു ഏകദേശ ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് സത്യമാണ്, അത് ത്രികാലത്തിലും മാറ്റമില്ലാത്തതാണ്, അത് ഭൂതത്തിൽ ഒരു കാലത്തും ഇല്ലാതിരുന്നിട്ടില്ല, അത് ഭാവിയിൽ ഒരു കാലത്തും ഇല്ലാതാവുകയുമില്ല, അത് വർത്തമാനത്തിലും ഇല്ലാതായിട്ടില്ല. ഇപ്പൊ ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരു മാറ്റവുമില്ലാതെ ഒരുപോലെ സനാതനമായിരിക്കുന്ന, നിത്യമായിരിക്കുന്ന, പരിണാമരഹിതമായിരിക്കുന്ന ആ വസ്തുവാണ് ബ്രഹ്മം. ജ്ഞാനം ബ്രഹ്മ, അത് ബോധസ്വരൂപമാണ്. അത് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചിട്ടുള്ള അറിവല്ല, എല്ലാ വിഷയങ്ങളെയും അറിയിക്കുന്ന അറിവാണ്, എല്ലാ അറിവിനെയും പ്രകാശിപ്പിക്കുന്ന അറിവാണ്. ആ ബോധമുള്ളത് കൊണ്ടാണ് നമുക്ക് മറ്റ് അറിവുകളെല്ലാം പ്രകാശിക്കുന്നത്. ആ ചൈതന്യം, ആ ചൈതന്യത്തിന്റെ ശക്തി കൊണ്ടാണ് നമ്മുടെ ബുദ്ധിയും മനസ്സും കരണങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത്. അത് ചൈതന്യമാണ്. ജ്ഞാനം എന്നതുകൊണ്ട് അതില് എല്ലാ ശക്തികളും അടങ്ങി. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, 3 ശക്തികളും അതിലടങ്ങി. ആ 3 ശക്തികളുടെയും പൊതുവായിട്ടുള്ള ഒരു പ്രയോഗമാണ് ജ്ഞാനം എന്നത്. അതിനെ വിചാരം ചെയ്ത് അതിൻ്റെ ആ വിപുലമായ അനന്തമായ ആ തലങ്ങളെയൊക്കെ ഒന്നിങ്ങനെ ഭാവന ചെയ്യുക. അതാണ് ബ്രഹ്മത്തിൻ്റെ ഒരു സ്വരൂപം. അത് ജ്ഞാനസ്വരൂപമാണ്. അനന്തം ബ്രഹ്മ, അതിന് കാലത്തിലും ദേശത്തിലും ആദിയും അന്തവും ഇല്ല. എല്ലാ കാലത്തും എല്ലാ ദേശത്തും അതില്ലാതെ ഇല്ല. അതിന് അന്തമില്ല. കാലത്തിന് അന്തമുണ്ടാവാം, ദേശത്തിന് അന്തമുണ്ടാവാം, പക്ഷെ ഇതിന് അന്തമില്ല. കാലവും ദേശവും ഒക്കെ ഇതിനകത്താണ്. ഇത് കാലദേശ അവദിഭ്യാം നിർമുക്തം അനന്തം. സത്യം ബ്രഹ്മ, ജ്ഞാനം ബ്രഹ്മ, അനന്തം ബ്രഹ്മ. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഉപനിഷത്ത് നടത്തിയത്, ഋഷി നടത്തിയത്. ഈ വാക്ക് പോലും അതിൻ്റെ നിർവചനമല്ല, ലക്ഷണം മാത്രമാണ്.
സ്വരൂപത്തെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടാക്കി തരാനുള്ള ലക്ഷണവാക്യമാണത്, നിർവചനവാക്യം അല്ല. അതേ വാക്ക്, അതേ വേദം, അതേ ഉപനിഷത്ത് തന്നെ കുറച്ച് കഴിയുമ്പോൾ പറയുന്നു, യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. തൈത്തിരീയ ഉപനിഷത്തിൽ തന്നെയാണ് ഈ രണ്ട് പദങ്ങളും. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞ അതേ ഉപനിഷത്തിൽ അതിൻ്റെ അടുത്ത ഏകദേശം ഒരു 2-3 പാരഗ്രാഫ് കഴിയുമ്പോൾ പറയുന്നു, യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. യാതൊന്നിൽ നിന്ന് മനസ്സ് നിവർത്തിക്കുന്നു, പ്രാപിക്കാതെ മനസ്സോടുകൂടെ. വാക്കുകൾ നിവർത്തിക്കുന്നു മനസ്സോടുകൂടെ, അതിനെ പ്രാപിക്കാൻ കഴിയാതെ എന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായി നിർവചിക്കാൻ കഴിയാതെ, അതിനെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല, അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. നമ്മളെല്ലാം മനസ്സിലായി മനസ്സിലായി എന്ന് പറയും, പക്ഷെ ഇതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് മനസ്സിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അതിന്റെ മനസ്സിന്റെ ഉറവിട സ്ഥാനവുമായി മനസ്സ് അസ്തമിച്ചാലും ശേഷിക്കുന്നതായിട്ടുള്ള, മനസ്സിന് അസ്തിത്വം കൊടുക്കുന്ന, മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന, മനസ്സിന് അതീതമായിരിക്കുന്ന വസ്തുവാണത്. അതിനെ മനസ്സിന് ഉൾക്കൊള്ളാൻ ആവില്ല. മനസ്സിന് ശ്രമിക്കാം ആ വസ്തുവിൻ്റെ മഹത്വത്തെ അറിയാനായിക്കൊണ്ട് മനസ്സിന് അതിൻ്റെ എല്ലാ പരിധികളെയും ലംഘിച്ചുകൊണ്ട് മനസ്സിന് ആ ബ്രഹ്മതത്വത്തിലേക്ക് സ്വയം അലിഞ്ഞില്ലാതെയാവാം. അന്വേഷിക്കാൻ ചെന്ന മനസ്സ് ആ ബ്രഹ്മതത്വത്തിൽ ലയിച്ച് ഇല്ലാതെയാവാം. നമ്മുടെ രാമകൃഷ്ണ പരമഹംസര് ഉദാഹരണമായിട്ട് പറയും, ഉപ്പുപാവ സമുദ്രത്തിന്റെ ആഴമളക്കാൻ പോയ പോലെ എന്ന്. ഉപ്പുപാവയെ സമുദ്രത്തിന്റെ ആഴമളക്കാൻ അയച്ചാൽ എന്തായിരിക്കും അവസ്ഥ? തിരിച്ചു വന്ന് പറയൂ, ഞാൻ കണ്ടു സമുദ്രത്തിന് ഇത്ര ആഴമാണ് എന്ന് തിരിച്ചു വന്ന് പറയാൻ ഉപ്പുപാവ ഉണ്ടാകുമോ? ആ ഉപ്പുപാവ സമുദ്രത്തിൽ എല്ലായിടത്തേക്കും ലയിച്ച് അലിഞ്ഞു ചേരും. ഉപ്പുപാവയുടെ വ്യക്തിത്വം ഇല്ലാതെയാവും, സമുദ്രം മാത്രം ശേഷിക്കും. അതുപോലെ ഈ ബ്രഹ്മതത്വത്തെ വിചാരം ചെയ്ത മനസ്സ് തദാകാരമായി പരിണമിക്കും. ബ്രഹ്മാകാര വൃത്തി, അഖണ്ഡാകാര വൃത്തി എന്ന് പറയുന്ന വൃത്തിയിൽ സ്വയം ഉറച്ചു പോകും. മറ്റൊരു വൃത്തി പോലെയല്ല അത്. മറ്റു വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള വൃത്തി പോലെയല്ല ഈ മനസ്സിന്റെ ഈ ഒരു ഭാവം. മനസ്സ് ഇല്ലാതെയാകുന്ന, സ്വയം അലിഞ്ഞ് തദാകാരമായി ലയിക്കുന്ന ഭാവമാണത്. അന്വേഷിക്കാൻ ചെന്ന ആള് അന്വേഷണ വിഷയവുമായി ഒന്നായി തീരുക. അങ്ങനെ ത്രിപുടി എന്ന ഭാവം ഇല്ലാതെയാവുക. അമനീഭാവം എന്ന് പറയുന്നത് മനസ്സില്ലാത്ത അവസ്ഥ. അമനീഭാവം, മനസ്സ് ലയിച്ച അവസ്ഥ. അത് സുഷുപ്തിയിൽ ഉള്ള പോലെയല്ല. സുഷുപ്തിയിലും മനസ്സ് ലയിക്കുന്നുണ്ട്, അതുപോലെയല്ല ഈ ഒരു അവസ്ഥ. ഇത് ബോധപൂർവമുള്ള മനസ്സിന്റെ ഒരു ലയമാണ്. മനസ്സ് അതിൻ്റെ എല്ലാ പരിമിതികളും വിട്ട് അതിൻ്റെ ഉറവിടത്തിൽ ലയിച്ചു. അതാണ്
ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ മനസാം അഗമ്യം, വചസാം അഗമ്യം, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഗമിക്കാൻ പറ്റാത്ത ആ വസ്തുവിനെ ഞാൻ പ്രാതഃ ഭജാമി. അടുത്ത വരി വാചോ വിഭാന്തി നിഖിലാഹ യദനുഗ്രഹേണ. യദനുഗ്രഹേണ നിഖിലാഹ വാചഃ വിഭാന്തി. യാതൊന്നിന്റെ അനുഗ്രഹം കൊണ്ടാണോ നിഖിലാഹ, നിഖിലാഹ എന്ന് പറഞ്ഞാൽ അഖിലാഹ, ഖിലം എന്നാൽ അല്പം എന്നർത്ഥമാണ്. അല്പം പോലും ഇല്ലാതെ എന്നാണ് അഖിലം എന്നും നിഖിലം എന്നും പറയുമ്പോ അർത്ഥം. അല്പം പോലും ബാക്കിയില്ലാതെ, അതാണ് അഖിലം അല്ലെങ്കിൽ നിഖിലം എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പോ നിഖിലാഹ വാചഃ, എല്ലാ വാക്കുകളും, അത് ആരുടേതായിക്കോട്ടെ, നമ്മുടെയും വേറെ ഏത് ജീവികളുടെയും ആകട്ടെ, മനുഷ്യന്റെ മാത്രമല്ല, മറ്റ് ജന്തുക്കൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളായിക്കോട്ടെ, ഏത് വാക്കുകളാവട്ടെ, യദനുഗ്രഹേണ വിഭാന്തി. ഏതൊരു പൊരുളിന്റെ അനുഗ്രഹം കൊണ്ട്, ഏതൊരു പൊരുള് പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട്, ഇവിടുത്തെ അനുഗ്രഹം എന്നാൽ പുറകിൽ പിടിച്ചിട്ടുണ്ട്, പുറകിൽ താങ്ങി നിർത്തിയിട്ടുണ്ട്, ഗ്രഹിച്ചിരിക്കുന്നു, എപ്പോഴും സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ പുറകില് അതിന്റെ ബലത്തിലാണ് ഈ വാക്കുകളൊക്കെ പ്രകാശിക്കുന്നത്. നമ്മുടെ വാക്കുകൾ പുറത്തേക്ക് വരുന്നത് ഈ പുറകില് ഈ ശക്തി ഉള്ളത് കൊണ്ടാണ്. പുറകിൽ ഈ ശക്തിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ മിണ്ടില്ല. പിന്നെ നമ്മള് അല്ലെ, മരിച്ചു കിടക്കുന്ന ആളുകളോട് നിങ്ങൾ എന്തു തന്നെ ആവശ്യപ്പെട്ടാലും, എത്ര വലിയ വാചാലനായിക്കോട്ടെ അയാള്, വലിയ വലിയ പ്രഭാഷകനായിക്കോട്ടെ, അയാള് പ്രാണൻ പോയി കിടക്കുമ്പോ പിന്നെ അയാളൊന്നും മിണ്ടില്ല. കാരണം അവിടെ അനുഗ്രഹം പ്രകടമല്ല, കണക്ഷൻ വിട്ടു, സപ്പോർട്ട് വിട്ടു, അപ്പൊ അനുഗ്രഹമില്ലാതായി. അപ്പൊ ഏത് വാക്കുകളും, ആരുടെ വാക്കുകളായിക്കോട്ടെ, എല്ലാ വാക്കുകളും പ്രകാശിക്കുന്നത് ഏതൊന്നിന്റെ അനുഗ്രഹം കൊണ്ടാണോ ആ വാക്കിന് വാക്കിനും പുറകിലുള്ളതായിട്ടുള്ള ആ ശക്തി, ചൈതന്യം, അതിനെ നമ്മൾ തിരിച്ചറിയുക, അതിലേക്ക് തിരിയുക. അപ്പൊ എല്ലാ വാക്കുകളും അടങ്ങും, മൗനമാകും, ദക്ഷിണാമൂർത്തിയെ പോലെയാവും. വാചോ വിഭാന്തി നിഖിലായതനുഗ്രഹേണ. ഏതൊരു പൊരുളിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ വാക്കുകളും പ്രകാശിക്കുന്നുവോ. നമ്മുടെ ധ്രുവസ്തുതി ആദ്യത്തെ ശ്ലോകം ഈ വരിയുടെ അർത്ഥമാണ്. ഭാഗവതത്തിലെ ധ്രുവൻ ഭഗവാൻ തന്റെ മുമ്പിൽ അനുഗ്രഹിക്കാനായി പ്രത്യക്ഷമായപ്പോ എങ്ങനെ സ്തുതിക്കണം എന്നറിയാൻ പറ്റാതെ വിഷമിച്ചു നിന്നതായിട്ടുള്ള സമയത്ത് ഭഗവാൻ തന്റെ കയ്യിലുള്ള ബ്രഹ്മമയേന കമ്പുന പസ്പർശ കപോലെ എന്ന ഭാഗവതത്തിൽ പറയും. ആ ബാലന്റെ കപോലത്തിൽ പസ്പർശബാലം കൃപയാ കപോലേ, ബാലനെ കൃപയോടുകൂടെ ഭഗവാൻ ബ്രഹ്മമയേന കമ്പുന പസ്പർശ, തന്റെ കയ്യിലുള്ള വേദസ്വരൂപമായ, നാദസ്വരൂപമായ, പ്രണവസ്വരൂപമായ ആ ശംഖം കൊണ്ട് ഒന്നിങ്ങനെ തലോടി സ്പർശിച്ചു. ആ പാഞ്ചജന്യത്തിന്റെ സ്പർശമേറ്റതോടുകൂടെ ആ ബ്രഹ്മമയമായ വേദസ്വരൂപമായ, നാദസ്വരൂപമായ ആ ശംഖിന്റെ സ്പർശമേറ്റതോടുകൂടെ സർവവേദസാരങ്ങളും ഇദ്ദേഹത്തിന് പ്രകാശിച്ചു. അദ്ദേഹത്തിന്റെ നിശബ്ദമായിരുന്ന വാക്ക്, മൂകനായിരുന്ന അദ്ദേഹം വാചാലനായി 15ഓളം ശ്ലോകങ്ങളെ കൊണ്ട്, ഗംഭീര ശ്ലോകങ്ങളെ കൊണ്ട്, ഉപനിഷത് സമാനമായ ശ്ലോകങ്ങളെ കൊണ്ട് ആ ധ്രുവൻ ഭഗവാനെ സ്തുതിച്ചു. ആ സ്തുതിയില്
ഒന്നാമത്തെ ശ്ലോകം എന്താണ്? അതും ഇതുപോലെ രാവിലെ സ്മരിക്കാവുന്ന ശ്ലോകമാണ്. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാമ്നാ അന്യാൻ ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാമ്നാ അന്യാൻ ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. തുഭ്യം പുരുഷായ ഭഗവതേ നമഃ. ആ പുരുഷനായ അങ്ങയ്ക്കായിക്കൊണ്ട്, ഭഗവാനായ അങ്ങയ്ക്കായിക്കൊണ്ട് എന്റെ നമസ്കാരം ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ പുരുഷായ എന്ന് പറഞ്ഞു. ആ പുരുഷനായിക്കൊണ്ട്, അടുത്ത പുരുഷൻ എന്നാൽ ഓരോ പുരിയിലും ശയിക്കുന്നവനായ, ഓരോ ശരീരങ്ങളാകുന്ന പുരിയുടെ ഉള്ളിലും അന്തര്യാമിയായിരുന്നു കൊണ്ട് ഏതൊരു പുരുഷനാണോ യോ അന്തഃ പ്രവിശ്യ, യഹ പുരുഷഃ അന്തഃ പ്രവിശ്യ, ഏതൊരു പുരുഷൻ ഓരോ പുരിയുടെയും ഉള്ളിൽ പ്രവേശിച്ച്, എന്റെ ഉള്ളിൽ പ്രവേശിച്ച്, എന്റെ ശരീരമാകുന്ന പുരിയുടെ ഉള്ളിൽ പ്രവേശിച്ച്, യോ അന്തഃ പ്രവിശ്യ മമ വാചം ഇമാം പ്രസുപ്താം സഞ്ജീവയതി, മമ ഇമാം പ്രസുപ്താം വാചം സഞ്ജീവയതി, എന്റെ ഉറങ്ങിപ്പോയ വാക്കിനെ ജീവിപ്പിച്ചതാരാണ്? വാക്ക് കിട്ടാതെ, ഒരു വാക്ക് പോലും പുറത്തേക്ക് വരാതെ വിമ്മിഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതായിട്ടുള്ള എന്റെ ഉള്ളിലുണ്ടായിരുന്ന വാക്കുകളെയൊക്കെ ആരാണ് പുറത്തേക്ക് ജീവിപ്പിച്ചു കൊണ്ടുവന്നത്? ആരാണ് പ്രകാശിപ്പിച്ചത്? അഖില ശക്തിധരഃ സ്വധാമന, ആ സ്വശക്തി കൊണ്ട്, സ്വപ്രഭാവം കൊണ്ട് എല്ലാ ശക്തിയെയും ധരിച്ചിരിക്കുന്ന ആ പുരുഷനാണല്ലോ എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഈ വാക്കുകളെ പ്രകാശിപ്പിച്ചത്. അതുപോലെ തന്നെ എന്റെ ഹസ്ത ചരണ ശ്രവണ ത്വഗാദീൻ പ്രാണാൻ, എന്റെ കരചരണങ്ങളെയും എന്റെ മറ്റ് ത്വക്ക് മുതലായ ഇന്ദ്രിയങ്ങളെയും, എന്റെ ശ്രോത്രേന്ദ്രിയം, എന്റെ ചക്ഷുരിന്ദ്രിയം, എന്റെ ഘ്രാണേന്ദ്രിയം, എന്റെ ത്വക്കിന്ദ്രിയം, എന്റെ രസനേന്ദ്രിയം, ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളെയും മറ്റ് കരചരണങ്ങളാകുന്ന കർമ്മേന്ദ്രിയങ്ങളെയും, അപ്പൊ എന്റെ ജ്ഞാനേന്ദ്രിയങ്ങൾ 5-നെയും എന്റെ കർമ്മേന്ദ്രിയങ്ങൾ 5-നെയും എന്റെ മനോബുദ്ധികളെയും ആരാണോ പ്രവർത്തിപ്പിക്കുന്നത്, ആരാണോ സഞ്ജീവനം ചെയ്യുന്നത്? സഞ്ജീവയത്യഖില ശക്തിധര സ്വധാമന അന്യാൻ ച ഹസ്ത ചരണ ശ്രവണ ത്വഗാദീൻ പ്രാണാൻ, എന്റെ പ്രാണങ്ങളെയും ആരാണോ ചലിപ്പിക്കുന്നത്? പ്രാണനല്ല എന്നെ ചലിപ്പിക്കുന്നത്, പ്രാണസ്യ പ്രാണഃ, സൗ പ്രാണസ്യ പ്രാണഃ, ചക്ഷുഷശ്ചക്ഷുഃ, ശ്രോത്രസ്യ ശ്രോത്രം, മനസോ മനോയത്, വാചോ ഹി വാചം, സൗ പ്രാണസ്യ പ്രാണഃ. അത് വാക്കിന് വാക്കും മനസ്സിന് മനസ്സും പ്രാണന് പ്രാണനുമാകുന്നു. കണ്ണിന് കണ്ണും കാതിന് കാതുമാകുന്നു അത്. ശ്രോത്രസ്യ ശ്രോത്രം, മനസോ മനോയത്, വാചോ ഹി വാചം, സൗ പ്രാണസ്യ പ്രാണഃ. കേനോപനിഷത്തിൽ പറയുന്ന മന്ത്രങ്ങളാണ്, അതിന്റെ സാരമാണിത്. ആ കേനോപനിഷത്ത് മന്ത്രസാരമാണ് ഇവിടെ പറഞ്ഞത്. വാചോ വിഭാന്തി നിഖിലായതനുഗ്രഹേണ. അത് തന്നെയാണ് ധ്രുവനും പ്രാർത്ഥിച്ചത്.
മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയതി അഖില ശക്തിധര സ്വധാമന അന്യാൻ ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ആ എൻ്റെ ഉള്ളിൽ പുരുഷനായി ആത്മസ്വരൂപനായി എന്നെ അനുഗ്രഹിച്ച് എപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അതേ പുരുഷൻ തന്നെയാണ് ഇത് അവിടെ പുറത്ത് ഗരുഡവാഹനനായി എൻ്റെ മുമ്പിൽ വന്ന് ഞാൻ ധ്യാനിച്ച രൂപത്തിൽ എനിക്ക് ദർശനം തന്ന് എന്നെ അനുഗ്രഹിച്ചു കൊണ്ട് നിൽക്കുന്നത്. അപ്പൊ എൻ്റെ ഉള്ളിലിരിക്കുന്ന പുരുഷനായ അങ്ങേക്കായി കൊണ്ട് നമസ്കാരം. ഞാനിപ്പോ അങ്ങയെ പുറത്ത് കണ്ട് നമസ്കരിക്കുന്നു. ഞാൻ എന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഐ സറണ്ടർ മൈസെൽഫ് അൺടു thee. ഞാനും അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ആത്മാവായിരിക്കുന്നതും ഈ പുറത്ത് ഗരുഡവാഹനനായിരിക്കുന്നതും ഒരേ തത്വമാകുന്നു. ആ തത്വത്തെയാണ് ഞാനിപ്പോ സ്തുതിക്കുന്നത്. യോം ദഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാമ്ന അന്യാൻ ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അത് തന്നെയാണ് ഇവിടെ വാചോ വിഭാന്തി നിഖില യദനുഗ്രഹേണ. ഏതൊരു പരമ്പൊരുളിന്റെ സപ്പോർട്ട് കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, സഹായം കൊണ്ട് എൻ്റെ എല്ലാ വാക്കുകളും പ്രകാശിക്കുന്നുവോ. യന്നേതി നേതി വചനൈഹി നിഗമാ അവോചുഹു. യത് നേതി നേതി വചനൈഹി നിഗമാഹ അവോചുഹു. നിഗമാഹ, നിഗമാഹ വേദാഹ. നിഗമങ്ങൾ എന്നാൽ വേദങ്ങൾ തന്നെ. നമ്മളെ നിതരാം ഗമയതീതി നിഗമഃ, നന്നായി പ്രാപിപ്പിക്കുന്നത് എന്നാണ് നിഗമ ശബ്ദത്തിനർത്ഥം. നന്നായി പ്രാപിപ്പിക്കുന്നത്. എന്തിനെ പ്രാപിപ്പിക്കുന്നത്? ബ്രഹ്മതത്വത്തെ പ്രാപിപ്പിക്കുന്നത്, പരമപുരുഷാർത്ഥത്തെ പ്രാപിപ്പിക്കുന്നത്, മറ്റ് 3 പുരുഷാർത്ഥങ്ങളെയും പ്രാപിപ്പിക്കുന്നത്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളാകുന്ന 4 പുരുഷാർത്ഥങ്ങളെയും നന്നായി ഗമിപ്പിക്കുന്നത് കൊണ്ട് വേദങ്ങൾക്ക് എന്ത് പേര്? നിഗമങ്ങൾ എന്ന് പേര്. നിഗമയതി, നിതരാം ഗമയതി, നന്നായി പ്രാപിപ്പിക്കുന്നു. സംശയരഹിതമായി നമ്മളെ ഈ 4 പുരുഷാർത്ഥങ്ങളെയും പ്രാപിപ്പിക്കുന്നതാണ് വേദങ്ങൾ. അതുകൊണ്ട് അവയ്ക്ക് നിഗമങ്ങൾ എന്ന് പേര്. അപ്പൊ വേദങ്ങൾ, 4 വേദങ്ങളും അതിലുള്ള ഉപനിഷത്തുക്കളും എല്ലാം നേതി നേതി വചനൈഹി ന ഇതി ന ഇതി ന ഇതി എന്നാണ്. അത് സന്ധി വരുമ്പോഴാണ് ന ഇതി നേതിയായി മാറുന്നത്. നേതി നേതി നൈതി നൈതി, ഇതല്ല 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 എന്ന് പറഞ്ഞ് നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ട്, അറിവ് കൊണ്ട് നമ്മൾ ബ്രഹ്മത്തെ കണ്ടീഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ പല താദാത്മ്യം കൊണ്ട് നമ്മൾ ആ ബ്രഹ്മത്തെ ഇതാണോ ബ്രഹ്മം, ഇതാണോ ബ്രഹ്മം എന്ന് ശങ്കിക്കുന്ന അവസരത്തിലൊക്കെ ഇതല്ല ഇതല്ല, അതിനുമപ്പുറത്തേക്ക് അതിനുമപ്പുറത്തേക്ക് അതിനുമപ്പുറത്തേക്ക്, ഇതെല്ലാം അതിൻ്റെ ഒരു പാനം മാത്രമാണ്, ഒരു വിഭൂതി മാത്രമാണ്. ഈ മനസ്സല്ല, ബുദ്ധിയല്ല, ശരീരമല്ല, ഇന്ദ്രിയങ്ങളല്ല, പ്രാണങ്ങളല്ല എന്നിങ്ങനെ ന ഇതി ന ഇതി മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്രജിഹ്വേ നച ഘ്രാണനേത്രേ
നച വ്യോമഭൂമിർ ന തേജോ ന വായുഹു. ഈ അർത്ഥത്തിലുള്ള അനേക ഉപനിഷത്ത് വചനങ്ങൾ എല്ലാം നെഗറ്റീവ് അർത്ഥത്തിലാണ് അനേക വചനങ്ങൾ ബ്രഹ്മത്തിന്റെ ലക്ഷണങ്ങളായി പ്രയോഗിച്ചിട്ടുള്ളത്. നിർഗുണം, നിരാകാരം, നിരവയവം, അല്ലെ, അശബ്ദം, അസ്പർശം, അരൂപം, ഇങ്ങനെയൊക്കെ അനേക ശബ്ദങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. അശബ്ദം, അസ്പർശം, അരൂപം, അരൂപവച്ച. ഇപ്പൊ ശബ്ദമില്ലാത്തത്, സ്പർശമല്ലാത്തത്, രൂപമില്ലാത്തത്, ഗന്ധമല്ലാത്തത്, രസമല്ലാത്തത്, അതിനൊക്കെ അപ്പുറത്ത് എന്ന് നമ്മളെ നയിക്കാൻ വേണ്ടി, നമ്മൾ എവിടെയും ഉടക്കി നിൽക്കാതിരിക്കാൻ വേണ്ടി ഇതല്ല 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 എന്ന് പറഞ്ഞ് അനേക വേദവചനങ്ങൾ, ഉപനിഷത്തുക്കൾ ആ ബ്രഹ്മതത്വത്തെ പരിമിതപ്പെടുത്തുന്ന വാക്കുകളിൽ നിന്ന് അതിനെ മോചിപ്പിക്കുന്നു. ബ്രഹ്മതത്വത്തെ വാക്കുകളെ കൊണ്ട് പരിമിതപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് അതല്ല 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 എന്നേ അവർക്ക് പറയാൻ കഴിയുന്നുള്ളൂ. എന്താണ് എന്ന് പറയാൻ പറ്റുന്നില്ല. എങ്ങനെ പറയാനാണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് എന്ന് കൃത്യമായി നിർവചിച്ച് പറഞ്ഞു തരാൻ കഴിയുന്നില്ല. അപ്പൊ ഇതാണോ 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 എന്ന് നിങ്ങൾ ചോദിക്കുമ്പോ ഇതല്ല 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 അതിനുമപ്പുറത്ത് എന്ന് പറയാനേ വേദങ്ങൾക്ക് സാധിക്കുന്നുള്ളൂ. അങ്ങനെ യത് നേതി നേതി വചനൈഹി നിഗമാ അവോചുഹു. യാതൊന്നിനെ കുറിച്ച് നൈതി 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 വചനൈഹി വചനങ്ങളാൽ, നിഗമാഹ വേദങ്ങൾ, അവോചുഹു അവോചുഹു നന്നായി പറഞ്ഞുവോ, നമ്മൾക്ക് ബോധ്യപ്പെടുത്താനായിക്കൊണ്ട് പറഞ്ഞു തന്നുവോ, നമുക്ക് സത്യത്തെ പ്രകാശിപ്പിക്കുവാനായിക്കൊണ്ട് അവര് പെടാപാടുപെട്ടുവോ. അവോചൻ എന്ന പാഠഭേദമുണ്ട്. രണ്ടും ശരിയാവും. രണ്ട് പ്രയോഗങ്ങളാണ്. അവോചൻ എന്നും കാണാം, അവോചുഹു എന്നും ചില പാഠങ്ങളിൽ കാണാം. എന്തായാലും രണ്ടും അർത്ഥം ഒരേ അർത്ഥം തന്നെയാണ്. അവോചുഹു ബഹുവചന ക്രിയാരൂപം. കാരണം നിഗമാഹ എന്ന് ബഹുവചനമാണ്. നിഗമാഹ വേദങ്ങൾ എന്ന പ്രയോഗമാണ്. അപ്പൊ അവോചുഹു എന്നുള്ളതാണ് ഉത്തമം. അവോചൻ എന്നുള്ളത് മറ്റൊരു രൂപമാണ്, ക്രിയാരൂപമാണ്. പറയപ്പെട്ടുവോ എന്നുള്ള അർത്ഥത്തില്. ഇവിടെ പറഞ്ഞുവോ എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അവോചുഹു തം ദേവദേവം അജം അച്യുതം ആഹുഹു അഗ്ര്യം. തം അതിനെ ദേവദേവം ആഹു, ദേവന്മാർക്കും ദേവനായിട്ട്. ഇവിടെ ദേവന്മാരെന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ, ബുദ്ധിയെ ഒക്കെ പ്രകാശിപ്പിക്കുന്ന ആ ശക്തി വിശേഷം, ഓരോ ഇന്ദ്രിയങ്ങളുടെയും ദേവത. കണ്ണിന്റെ ദേവത, കാതിന്റെ ദേവത, മൂക്കിന്റെ ദേവത, നാക്കിന്റെ ദേവത, ത്വക്കിന്റെ ദേവത, കയ്യിന്റെ ദേവത, കാലിന്റെ ദേവത, പ്രത്യുൽപാദനേന്ദ്രിയത്തിന്റെ ദേവത. ഇങ്ങനെ ഓരോ കരണങ്ങൾക്കും ദേവതാ ശക്തിയുണ്ട്. അത് തന്നെയാണ് സമഷ്ടി തലത്തിൽ പ്രപഞ്ചത്തിലും ആ ശക്തികൾ പ്രവർത്തിക്കുന്നു. നമ്മുടെ കണ്ണിന്റെ ദേവത സൂര്യനാകുന്നു. ആ സൂര്യൻ തന്നെ എല്ലാവർക്കും കണ്ണിന്റെ ദേവതയായി പുറത്ത് പ്രകാശിക്കുന്നു. എല്ലാ കണ്ണുകൾക്കും ദേവതയായി പ്രകാശിക്കുന്നു. നമ്മുടെ ത്വക്കിന്റെ ദേവത വായുവാകുന്നു. എല്ലാവർക്കും ത്വക്കിന്റെ ദേവത വായുവായി, സമഷ്ടി വായുവായും നമ്മുടെ ത്വക്കിലും കുടികൊള്ളുന്നു, ലോകം മുഴുവൻ കുടികൊള്ളുന്നു. നമ്മുടെ നാവിൽ ദേവതയായി വരുണൻ കുടികൊള്ളുന്നു, രസനേന്ദ്രിയത്തിൽ. എല്ലാവരുടെ രസനേന്ദ്രിയത്തിലും വരുണൻ കുടികൊള്ളുന്നു. എവിടെയൊക്കെ രസമുണ്ടോ അവിടെയൊക്കെ വരുണ സാന്നിധ്യമുണ്ട്. നമ്മുടെ നാവിൽ സംസാരിക്കുമ്പോൾ അഗ്നിദേവൻ കുടികൊള്ളുന്നു. എല്ലാവരുടെ നാവിലും സംസാരിക്കുമ്പോൾ അഗ്നിദേവനായി കുടികൊള്ളുന്നു.
ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഉള്ളതായിട്ടുള്ള ദേവതാശക്തി സമഷ്ടിക്കും ദേവതയായി എല്ലാവരെയും പ്രവർത്തിപ്പിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു. ആ ദേവനും ദേവൻ എന്ന് പറഞ്ഞാൽ ആ പ്രകാശിപ്പിക്കുന്ന ശക്തികൾക്കൊക്കെ പുറകില്, അത് തന്നെയാണ് നമ്മൾ കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ എന്ന് പറയുന്ന അർത്ഥം തന്നെയാണ് ദേവദേവം. ആ ദേവന്മാരെയും ഭരിക്കുന്നവൻ. ദേവന്മാർക്കും മുകളിൽ അവർക്ക് സ്വപ്രകാശമില്ല. ഈ ദേവന്മാർ സ്വയം പ്രകാശിക്കുന്നവരല്ല. ഈ ദേവന്മാർക്ക് പ്രകാശവും ശക്തിയും വൈഭവവും സ്ഥാനവും ഒക്കെ കൊടുത്തിരിക്കുന്ന ഈ ദേവന്മാരുടെയും ഉറവിടമായ, ദേവന്മാരുടെയും നിയാമകനായ ആ ശക്തി ദേവദേവൻ. ആ ദേവദേവനെ അജനെ, അജം, അജം എന്നാൽ ജനനരഹിതനായവനെ, ഒരിക്കലും ജനിച്ചിട്ടില്ലാത്തവനാകുന്നു. അവൻ എന്നുമുള്ളവനാകുന്നു. അവൻ ജനിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്നുമുള്ള ഒരാൾക്ക് ജനിക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ എന്നുമുള്ളവനായ നിത്യനായ അവനെ അജൻ എന്നും വിളിച്ചു. ന ജായത്തെ ഇതി അജഹ, ജനിക്കാത്തവൻ അജൻ. ജനിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇല്ല എന്ന അർത്ഥമില്ല, ജനിക്കേണ്ട ആവശ്യമില്ല എന്നും ഉള്ളവനായതുകൊണ്ട്. അജഹ, അജം, തം ദേവദേവം അജം അച്യുതം. അച്യുതം ച്യുതിയില്ലാത്തവൻ, നാശരഹിതൻ, പരിണാമരഹിതൻ, ബോധമില്ലാതാവുന്നില്ല, സ്വസ്വരൂപ ബോധം എപ്പോഴും ഉള്ളവനും, സ്വരൂപത്തിൽ നിന്നൊരിക്കലും ച്യുതി സംഭവിക്കാത്തവനും, സ്വരൂപത്തിന് ഒരു കാലത്തും ഒരു കുറവും ഉണ്ടാവാത്തവനും. അഗ്ര്യം എന്നും പറഞ്ഞു. അഗ്ര്യം, അഗ്ര്യം എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ്, ദ നമ്പർ വൺ ഓർ ദ അൾട്ടിമേറ്റ്. അഗ്ര്യം എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും പരമായത്. അഗ്രഗണ്യം തന്നെയാണ് അഗ്ര്യം. ആദിയിലുണ്ടായിരുന്നത് എന്നും അർത്ഥം. അഗ്രേ ആസീത്, സദേവ സൗമ്യ ഇതമഗ്ര ആസീത്. ആ സത്ത് മാത്രമാണ് അഗ്രേ. അഗ്രേ ഇൻ ദ വെരി ബിഗിനിങ്. ഈ സൃഷ്ടിയെല്ലാം ആരംഭിക്കുന്നതിന് മുമ്പേ യാതൊന്നുണ്ടായിരുന്നുവോ. അപ്പൊ എല്ലാറ്റിനും ആദിയായി. അതിനെയും അഗ്രിയ ശബ്ദം കൊണ്ട്. അപ്പൊ അഗ്രിയ ശബ്ദത്തിന് ഒരുപാട് അർത്ഥം. നമ്പർ വൺ, ദ ബെസ്റ്റ്, ദ സുപ്രീം, ദ അൾട്ടിമേറ്റ്, ദ ഫസ്റ്റ്, ദ ഫോർമോസ്റ്റ് എന്നൊക്കെ പല അർത്ഥത്തിൽ. ഏറ്റവും ആദിയിലുണ്ടായിരുന്നതും എല്ലാറ്റിലും പ്രഥമമായിരിക്കുന്നതും എല്ലാറ്റിലും വെച്ച് ശ്രേഷ്ഠമായിരിക്കുന്നതും എല്ലാറ്റിനും ഉപരിയായിരിക്കുന്നതും, ദാറ്റ് അൾട്ടിമേറ്റ് റിയാലിറ്റി, അതിനാണ് ഇവിടെ അഗ്ര്യം എന്ന്. ആഹു, ആഹു എന്ന് പറഞ്ഞാൽ വേദങ്ങളും ശാസ്ത്രങ്ങളും ഋഷീശ്വരന്മാരുമൊക്കെ പറയുന്നു. ആഹു പറയപ്പെടുന്നു എന്നൊക്കെ അർത്ഥം. അപ്പോ തം ദേവദേവം ആഹു, അജം ആഹു, അച്യുതം ആഹു, അഗ്ര്യം ആഹു. അവനെ തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അവനെ അഹം പ്രാതഃ ഭജാമി. ഇവിടെ അവനെ, അതിനെ, ആ പൊരുളിനെ, ആ പരമസത്യത്തെ, ആ ദേവദേവനെ, ആ അജനെ, ആ അച്യുതനെ, ആ അഗ്രിയനെ അഹം പ്രാതഃ ഭജാമി. ഞാൻ പ്രാതകാലത്തിൽ ആ പരമ്പൊരുളിനെ ഭജിക്കുന്നു, ആ പരമ്പൊരുളിനെ മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നു. ഇനി എൻ്റെ വാക്കുകളും പ്രവൃത്തികളും അതിനനുസരിച്ച് തന്നെ ആയിരിക്കും. ഇന്നത്തെ പകല് ഞാൻ എന്തു ചെയ്യുന്നുവോ, കായേന വാച മനസാ, എന്ത് ഞാൻ ചെയ്യാൻ പോകുന്നുവോ അതൊക്കെ ഞാൻ ഈ പൊരുളിനെ ഓർത്തുകൊണ്ട് ഈ പൊരുളിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കായേന വാച മനസാ ഇന്ദ്രിയൈർവാ ബുദ്ധ്യാ ആത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി യത് യത് സകലം പരസ്മൈ.
നാരായണായേതി സമർപ്പയാമി. ഈ നാരായണനായിക്കൊണ്ട് ഞാൻ സമർപ്പിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ആ ബ്രഹ്മ തത്വത്തിന്റെ ബോധത്തോടുകൂടെ ആയിരിക്കും. ഇന്ന് ഞാൻ പറയുന്ന വാക്കുകളെല്ലാം ആ ബോധത്തോടുകൂടിയായിരിക്കും. ആ ബ്രഹ്മതത്വത്തിന്റെ ബോധത്തോടുകൂടിയേ ഞാൻ ഇന്ന് എൻ്റെ വാക്കുകളെ ഉച്ചരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരെയും വേദനിപ്പിക്കുകയില്ല, വാക്കുകളെ കൊണ്ട് ആരെയും മുറിവേൽപ്പിക്കുകയില്ല. ആ ബ്രഹ്മബോധത്തിന്റെ ആ ബ്രഹ്മബോധം സ്മരിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉച്ചരിക്കുകയാണെങ്കിൽ എൻ്റെ വാക്കുകൾ സത്യത്തെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ. അതും പ്രിയമായി, മറ്റുള്ളവർക്ക് ഹിതമായി, നന്മകളെ മാത്രം എല്ലാവർക്കും മധുരിക്കുന്ന രീതിയിൽ, ഹൃദ്യമായ രീതിയിൽ, സ്നേഹപൂർണമായ വാക്കുകൾ മാത്രമേ എന്നിൽ നിന്ന് വരികയുള്ളൂ. കാരണം ഈ തത്വം ഓർമ്മിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകളെ പ്രയോഗിക്കുന്നത്. അതിനെ ഓർത്തുകൊണ്ടാണ്, ആ സ്മരണയോടുകൂടി തന്നെയാണ് ഞാൻ എൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ആരെയും ഞാൻ ഹിംസിക്കുകയില്ല, ആരെയും ഞാൻ വേദനിപ്പിക്കുകയില്ല, ആരുടെയും മുതൽ ഞാൻ അപഹരിച്ച് അവരെ വിഷമിപ്പിക്കുകയില്ല. ഇതൊക്കെയാണ് ഭജാമി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള അപ്ലിക്കേഷൻ. അഹം ഭജാമി, ഭജാമി ഞാൻ സേവിക്കുന്നു. അവിടുത്തെ സേവ എന്ന് പറയുമ്പോൾ എല്ലാ പ്രകാരത്തിലും കായേന വാച മനസ ഞാൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ആ തത്വത്തിനുള്ള സേവയായി ഞാൻ സമർപ്പിക്കുന്നു. ആ തത്വബോധത്തോടുകൂടിയുള്ള വ്യവഹാരമായിരിക്കും ഞാൻ ചെയ്യുക. ആ പരമാർത്ഥ ബോധം എൻ്റെ ഉള്ളില് ഒരു ശ്രുതി പോലെ മുഴങ്ങും. ഞാൻ എന്ത് സംഗീതം ആലപിച്ചാലും ആ ശ്രുതിയിൽ നിന്ന് വിട്ടുപോവില്ല. എത്ര രാഗവിസ്താരം നടത്തിയാലും, ഏതൊക്കെ സംഗതികൾ അവതരിപ്പിച്ചാലും ഞാൻ ആ ശ്രുതിയിൽ നിന്ന് വിട്ടുപോവില്ല. എൻ്റെ ഉള്ളിലൊരു ശ്രുതി മുഴങ്ങുന്നുണ്ട്. ആ ശ്രുതിക്ക് അനുസരിച്ച് മാത്രം ഞാൻ എൻ്റെ കച്ചേരി ഗംഭീരമാക്കും. ആ ശ്രുതിയാണ് എൻ്റെ കച്ചേരിയുടെ ബേസ്. എൻ്റെ വ്യവഹാരങ്ങളൊക്കെ എൻ്റെ കച്ചേരി. ആ കച്ചേരിയെ നിയന്ത്രിക്കുന്നതോ എൻ്റെ ഉള്ളിലുള്ള ഈ ശ്രുതി. പ്രാതർഭജാമി മനസാ വചസാമഗമ്യം വാചോ വിഭാന്തി നിഖിലായദനുഗ്രഹേണ യന്നേതി വചനൈഃ നിഗമാ അവോചുഃ തം ദേവദേവമജമച്യുതമാഹുരഗ്ര്യം. അവനവനെ കുറിച്ച് ഈ ഒരു ബോധം അത് നിലനിർത്താൻ ശ്രമിക്കുക. ഈ ബോധം നിലനിന്നാൽ നമുക്ക് ശോകമോഹങ്ങൾ ഉണ്ടാവില്ല, സംസാര ബാധ ഉണ്ടാവില്ല, സംസാരമെന്ന സാഗരത്തിൽ നമ്മൾ താഴ്ന്നു പോവില്ല, അതിന് മുകളിൽ പാറിക്കിടക്കാം. യോഗികളെ പോലെ, വലിയ നീന്തൽ വിദഗ്ധരെ പോലെ നമുക്ക് ഈ വെള്ളത്തിൽ മുങ്ങാതെ പാറിക്കിടക്കാം. ഒരു ഭയവുമില്ലാതെ, ഒരു വിഷാദവുമില്ലാതെ ആനന്ദമായിട്ട് നമുക്ക് ജീവിക്കാം. അതിനുള്ള മന്ത്രമാണ് രാവിലെ ഈ ശ്ലോകങ്ങൾ. അപ്പം അടുത്ത ശ്ലോകം നാളെ കാണാൻ. ഇപ്പോൾ മൂന്നാം ശ്ലോകം നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ നാരായണ. 11 മണിക്ക് നാരായണീയം പുനരാരംഭിക്കുന്നുണ്ട്. ദക്ഷയാഗം എന്ന ഭാഗമാണ്. എല്ലാവരും കാണുക. വൈകുന്നേരം ഗീതാ ക്ലാസ്സും തുടരും. ഹരി ഓം. ഹരി ഓം.